Dear students, human physiology ഉള്ള തേർഡ് ചാപ്റ്ററാണ് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ. എന്താണ് ബോഡി ഫ്ലൂയിഡ്സ്, അവയുടെ സർക്കുലേഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം, ഹ്യൂമൻ ബീയിങ്ങിലെ സർക്കുലേറ്ററി സിസ്റ്റമാണ് പഠിക്കാൻ. നമ്മൾ സ്കൂൾ ലെവലിലൊക്കെ സർക്കുലേറ്ററി സിസ്റ്റവും അവയിൽ കൂടെ ആ സർക്കുലേഷനിൽ കൂടെ സർക്കുലേറ്റ് ചെയ്യുന്ന ബോഡി ഫ്ലൂയിഡ്സിനെ കുറിച്ചും പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ് ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. ഹ്യൂമൻ ബോഡിയിൽ ബ്ലഡും ഉണ്ട്, ലിംഫും ഉണ്ട്, അല്ലേ? ബ്ലഡും ലിംഫും കൂടി ചേർന്നിട്ടാണ് ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലഡും ലിംഫും എങ്ങനെയാണ് സർക്കുലേറ്റ് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ബോഡി ഫ്ലൂയിഡ്സ്, ഏത് തരത്തിലെ ബോഡി ഫ്ലൂയിഡ്സ് നമ്മുടെ ബോഡിയിലുണ്ടെന്നും അവയുടെ സർക്കുലേഷനെ കുറിച്ചുമാണ് പഠിക്കുന്നത്. ആദ്യം തന്നെ എന്താണ് സർക്കുലേഷൻ? അപ്പോൾ ഈ ബോഡി ഫ്ലൂയിഡ്സ് നമ്മുടെ ബോഡിയിൽ കൂടി എല്ലാം സർക്കുലേറ്റ് ചെയ്യുന്നു, അല്ലേ? അപ്പോൾ എങ്ങനെയാണ് സർക്കുലേഷൻ നടക്കുന്നത്, എന്തിനാണ് ബ്ലഡ് സർക്കുലേഷൻ എന്നുള്ളതാണ് നമുക്ക് നേരത്തെ സ്കൂൾ തലങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചതിനനുസരിച്ച് അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ബോഡിയിലുള്ള ഏതൊരു വസ്തുവിനെയും ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കുക, ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റമാണ്. ഇപ്പം നമ്മൾ ഫസ്റ്റ് 2 ചാപ്റ്ററിൽ പഠിച്ചത് നമ്മൾ ഹ്യൂമൻ ബീയിങ്ങിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിച്ചു, അല്ലേ? അപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം, അതിൽ നമ്മൾ ഫുഡ് ഡൈജസ്റ്റ് ചെയ്ത കാര്യവും അത് ബ്ലഡിൽ അബ്സോർബ് ചെയ്ത കാര്യവും പഠിച്ചു. ഈ ഡൈജസ്റ്റഡ് ഫുഡ് മെറ്റീരിയൽസ് ബ്ലഡിൽ കൂടി കടന്നു പോയിട്ട് ഓരോ സെൽസിനും കൊണ്ടു കൊടുക്കുന്നു, അല്ലെ ഓരോ ടിഷ്യൂസിനും എത്തിച്ചു കൊടുക്കും. അപ്പോൾ ആ ടിഷ്യൂസിൽ അത് യൂട്ടിലൈസ് ചെയ്ത് കഴിയുമ്പോൾ, ആ ഫുഡ് മെറ്റീരിയൽ യൂട്ടിലൈസ് ചെയ്ത് കഴിയുമ്പോൾ ധാരാളം എന്തുണ്ടാകും, വേസ്റ്റ് പ്രോഡക്ട്സ് ഉണ്ടാകും, അല്ലേ? അപ്പോൾ ഓക്സിജൻ കൊടുക്കുന്നത് നമുക്കറിയാം. നമ്മൾ ബ്രീത്തിങ്ങിൽ പഠിച്ചത് അങ്ങനെയാണ്. ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, അതുപോലെ ഫുഡ് മെറ്റീരിയൽസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഇതെല്ലാം ട്രാൻസ്പോർട്ടേഷനാണ്. അതുപോലെ തന്നെ ഈ സെൽസിലുണ്ടാകുന്ന വേസ്റ്റ് മെറ്റീരിയൽസിനെയും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റമാണ്. അപ്പോൾ എങ്ങനെയാണ് ബ്ലഡും സർക്കുലേഷനും എങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്കിപ്പം കുറച്ച് ലോവർ ആനിമൽസിലെ സർക്കുലേഷനും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അപ്പോൾ സർക്കുലേഷൻ ഈസ് ദ ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ടു ദ കൺസേൺ ടിഷ്യൂസ് ഓർ ഓർഗൻസ്. നമ്മുടെ അതാത് അവയവങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് സർക്കുലേഷൻ്റെ പ്രധാന ജോലി. ഫോർ സർക്കുലേഷൻ ഇൻ സിമ്പിൾ ഓർഗാനിസം നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ഇല്ലേ? ആനിമൽ കിങ്ഡം പഠിക്കുമ്പോൾ നമ്മൾ പലതരം ആനിമൽസിനെ പഠിക്കുന്നുണ്ട്, സ്പോഞ്ചസ്, സിലൻഡ്രേറ്റ്സ്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള താണതരം ജീവികളിൽ അവ വെള്ളത്തിൽ കാണുന്നവരാണ്, അല്ലേ? ആ വെള്ളത്തിലാവുമ്പോൾ അവർക്ക് അവരുടെ ബോഡിയിൽ കൂടെ പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള സർക്കുലേറ്ററി സിസ്റ്റമോ അല്ലെങ്കിൽ ബ്ലഡോ ഒന്നും തന്നെ ഇല്ല, ഓൺലി വാട്ടർ, അല്ലേ? നമ്മൾ സ്പോഞ്ചസിലൊക്കെ പഠിച്ചപ്പോൾ സ്പോഞ്ചോസീൽ വഴി ബ്ലഡ് കയറി ഇറങ്ങി പോകുമ്പോൾ തന്നെയാണ് ഓക്സിജൻ ട്രാൻസ്പോർട്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട്, അതുപോലെ ഫുഡ് മെറ്റീരിയൽസിനെ അബ്സോർബ് ചെയ്യുന്ന എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് എല്ലാം വെള്ളത്തിൽ കൂടിയാണ് നടക്കുന്നത്. അവിടെ അവർക്ക് പ്രത്യേക ഒരു സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയാനില്ല, വെള്ളം മാത്രം കയറി ഇറങ്ങി പോകുന്ന ഒരു സിസ്റ്റം. നമ്മൾ വാട്ടർ കനാൽ സിസ്റ്റം പഠിച്ചിട്ടുണ്ട്, എക്കിനോഡെർമേറ്റയിൽ നമ്മൾ വാട്ടർ വാസ്കുലർ സിസ്റ്റം പഠിച്ചിട്ടുണ്ട്, അല്ലേ? അങ്ങനെ പല സിസ്റ്റംസ് താണതരം ജീവികളിലൊക്കെ ഉണ്ട്. അപ്പോൾ കോംപ്ലക്സ് ആയിട്ടുള്ള കോംപ്ലക്സ് ഓർഗാനിസംസ് യൂസസ് ബോഡി ഫ്ലൂയിഡ്സ്, അതായത് ബ്ലഡും ലിംഫും ഫോർ സർക്കുലേഷൻ. അപ്പോൾ കോംപ്ലക്സ് ഓർഗാനിസംസ് ആണെങ്കിൽ അവരിൽ കോംപ്ലക്സ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഉയർന്ന പടിയിൽ, ഇപ്പോൾ ആനിലിഡ, ആർത്രോപോഡ അതിലൊക്കെ വരുമ്പോൾ നമുക്കറിയാം അവർക്ക് ബ്ലഡും ഒക്കെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെർട്ടിബ്രേറ്റ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയുകയാണെങ്കിലും ബേർഡ്സ്, ഫിഷസ്, ആംഫീബിയൻസ്, റെപ്റ്റൈൽസ്, ഇവരുടെ എല്ലാം ശരീരത്തിൽ എന്തുണ്ട്, ഒരു വെൽ ഡെവലപ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം നമുക്ക് കാണാൻ കഴിയും. ഇനി നമ്മളിവിടെ പഠിക്കുന്നത് ഹ്യൂമൻ ബീയിങ്ങിലെ സർക്കുലേറ്ററി സിസ്റ്റത്തിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. In this chapter, we can learn about the composition and the properties of blood and lymph and the mechanism of circulation of the blood. അപ്പോൾ ബ്ലഡ് എന്താണെന്നും ലിംഫ് എന്താണെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ കൂടെ സർക്കുലേഷൻ നടക്കുന്നത്, ആ സർക്കുലേഷൻ്റെ മെക്കാനിസം എന്താണെന്നും ഒക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ബോഡി ഫ്ലൂയിഡ്സിൽ ബ്ലഡാണ്. ബ്ലഡിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഒരു ചാപ്റ്ററിൽ, അതായത്
ആനിമൽ ടിഷ്യൂ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ബ്ലഡിനെ കുറിച്ചൊന്ന് സൂചിപ്പിച്ചിരുന്നു. ബ്ലഡ് ഈസ് എ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ കൺസിസ്റ്റിംഗ് ഓഫ് എ ഫ്ലൂയിഡ് മാട്രിക്സ്, പ്ലാസ്മ ആൻഡ് ഫോംഡ് എലിമെൻറ്റ്സ്. നമ്മൾ കണക്റ്റീവ് ടിഷ്യൂ പഠിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ് ബ്ലഡ് എന്ന് പറയുന്നത് അല്ലേ. കണക്റ്റീവ് ടിഷ്യൂസിൽ നമ്മൾ ഫൈബേഴ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ബ്ലഡിൽ എന്തില്ല, ഫൈബേഴ്സ് ഇല്ലാത്ത തരം ഫ്ലൂയിഡ് ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ ആണ് ബ്ലഡ് എന്ന് നമ്മൾ അന്ന് ഒന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ബ്ലഡ് ഈസ് എ സ്പെഷ്യൽ കണക്റ്റീവ് ടിഷ്യൂ കൺസിസ്റ്റിംഗ് ഓഫ് എ ഫ്ലൂയിഡ് മാട്രിക്സ്. അതിൻ്റെ മാട്രിക്സ് ഫ്ലൂയിഡ് ആണ് അല്ലേ. മാട്രിക്സ് എന്ന് പറയുന്നത് എവിടെയാണോ ഈ കോശങ്ങളെല്ലാം കാണുന്നത് ആ മീഡിയത്തിനെയാണ് നമ്മൾ മാട്രിക്സ്. ആ മീഡിയം എന്ന് പറയുന്നത് വെള്ളം പോലെയാണ് അല്ലേ. പിന്നെ ആ മീഡിയത്തിനെ നമ്മൾ പ്ലാസ്മ എന്ന് വിളിക്കും, വെള്ളത്തിനെ. ആൻഡ് ദ ഫോംഡ് എലിമെൻറ്റ്സ്, അതിലുള്ള കോശങ്ങളെയെല്ലാം തന്നെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോംഡ് എലിമെൻറ്റ്സ്. അപ്പോൾ എന്താണ് പ്ലാസ്മ, എന്താണ് ഫോംഡ് എലിമെൻറ്റ്സ് എന്നാണ്. ആദ്യം തന്നെ നമുക്ക് പ്ലാസ്മ എന്താണ്. ദ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ബ്ലഡ് ഈസ് കോൾഡ് ആസ് പ്ലാസ്മ. അപ്പോൾ എന്തൊക്കെയാണ് പ്ലാസ്മയിലെ പ്രത്യേകത? പ്ലാസ്മ ഈസ് എ സ്ട്രോക്ക് കളേർഡ് വിസ്കസ് ഫ്ലൂയിഡ് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് നിയർലി 55% ഓഫ് ദ ബ്ലഡ്. ബ്ലഡിൻ്റെ 55% പ്ലാസ്മയാണ്. അപ്പം നമ്മൾ ബ്ലഡ് എടുത്ത് കളക്ട് ചെയ്ത് വെച്ചാൽ അതിൻ്റെ 55% എന്താണ്, പ്ലാസ്മയാണ്. 90 to 92% of the plasma is water and proteins contribute to 6 to 8% of it. അപ്പം നമ്മൾ പ്ലാസ്മ എടുക്കുന്നു. പ്ലാസ്മ എന്ന് പറയുന്ന ബ്ലഡിൻ്റെ അത് 55%. ഈ 55% പ്ലാസ്മയിലെ ഭൂരിഭാഗവും, അതായത് 90 തൊട്ട് 92% പ്ലാസ്മ എന്ന് പറയുന്നത് എന്താണ്, വാട്ടറാണ്, വെള്ളമാണ് അല്ലേ. ബാക്കി ഈ 92-ന് ശേഷമുള്ള 6 തൊട്ട് 8% എന്ന് പറയുന്നത് അതിൻ്റെ അകത്തെ പ്രോട്ടീനുകളാണ്. അപ്പോൾ പ്ലാസ്മ ഈസ് മേഡ് അപ്പ് ഓഫ് വാട്ടർ ആൻഡ് പ്രോട്ടീൻസ്. അപ്പോൾ അതിലെ പ്രോട്ടീനുകളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 3 തരം പ്രോട്ടീൻസ് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻസ് ആൻഡ് ആൽബുമിൻസ്. ഇത് നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിച്ചിരിക്കുക. വാട്ട് ആർ ദ പ്ലാസ്മ പ്രോട്ടീൻസ്? പ്ലാസ്മ പ്രോട്ടീൻസ് ആർ ഫൈബ്രിനോജൻ, globulins and albumins are the major plasma proteins. പ്രധാനപ്പെട്ട പ്ലാസ്മ പ്രോട്ടീൻ. ഇനി അവരുടെ ഫംഗ്ഷൻ കൂടി നമുക്ക് പറയാം. ഫങ്ഷൻസ് ഓഫ് പ്ലാസ്മ പ്രോട്ടീൻ. ഫൈബ്രിനോജൻസ് ആർ നീഡഡ് ഫോർ ക്ലോട്ടിംഗ് ഓർ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ഫൈബ്രിനോജൻ എന്ന് പറയുന്നത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന പ്രോട്ടീനുകളാണ്. അതിനെയാണ് ക്ലോട്ടിംഗ് ഓർ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ്. ബ്ലഡ് ക്ലോട്ട് ചെയ്യുക, അല്ല രക്തം കട്ട പിടിക്കുക. മുറിവ് എന്തെങ്കിലും ഉണ്ടാകുന്ന സമയത്താണല്ലോ ബ്ലഡ് കട്ട പിടിക്കുന്നത്. അപ്പോൾ ആ കട്ട പിടിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ. നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഫൈബ്രിനോജൻ ഫൈബ്രിൻ ത്രെഡുകളാകുകയും ക്ലോട്ട് ഉണ്ടാകുകയൊക്കെ ചെയ്യുന്നതൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു പ്രോട്ടീനാണ് ഗ്ലോബുലിൻസ്. ഗ്ലോബുലിൻസ് ആർ ഇൻവോൾവ് ഇൻ ഡിഫെൻസ് മെക്കാനിസം ഓഫ് ദ ബോഡി. അതായത് ഗ്ലോബുലിൻ എന്ന് പറയുന്നത് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എല്ലാം തന്നെ ആൻറ്റിബോഡികളാണ്. ഇതാണ് ഒരു ആൻറ്റിബോഡിയുടെ സ്ട്രക്ചറാണിത്. ആൻറ്റിബോഡി എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ്. അപ്പോൾ ആൻറ്റിബോഡീസിനെ കുറിച്ച് നമുക്കറിയാം. നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന പ്രോട്ടീനുകളാണ് ഗ്ലോബുലിൻസ് അല്ലെ ഇമ്മ്യൂണോഗ്ലോബുലിൻസ്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ എന്ത് പറഞ്ഞിരിക്കുന്നത്, ആർ ഇൻവോൾവ് ഇൻ ഡിഫെൻസ് ഡിഫെൻസ് എന്ന് പറഞ്ഞാൽ പ്രതിരോധം അല്ലെ ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന, പ്രതിരോധ ശക്തി നൽകുന്ന പ്രോട്ടീനുകളാണ് ഗ്ലോബുലിൻസ്. പിന്നെ അടുത്തൊരു പ്രോട്ടീനാണ് ആൽബുമിൻസ്. ആൽബുമിൻസ് എന്ന് പറയുന്നത് ഹെൽപ്പ് ഇൻ ഓസ്മോട്ടിക് ബാലൻസ്. ഇപ്പം നമ്മുടെ ശരീരത്തിലെ സോൾട്ടിൻ്റെയും വാട്ടറിൻ്റെയും ഒക്കെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാണ് നമ്മൾ ഓസ്മോട്ടിക് ബാലൻസ് എന്ന് പറയുന്നത്. ഓസ്മോസിസ് അല്ലെങ്കിൽ ഓസ്മോട്ടിക് ബാലൻസ്. സോൾട്ടിൻ്റെ, ലവണങ്ങളുടെയും വെള്ളത്തിൻ്റെയും തോത് ക്രമീകരിക്കാൻ നല്ലൊരു പങ്ക് വഹിക്കുന്ന ഒരു പ്രോട്ടീനാണ് ആൽബുമിൻ. അപ്പോൾ ഈ 3 പ്രോട്ടീൻസിനെ കുറിച്ചും പഠിച്ചു വെക്കുക. അവയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിക്കുക. അപ്പോൾ ഫൈബ്രിനോജൻസ് are needed for clotting, globulins help in defense, albumins help in osmotic balance. Water and salt balance maintain ചെയ്യുന്നു. ഇനി പ്ലാസ്മ ഓൾസോ കണ്ടെയ്ൻ സ്മോൾ എമൗണ്ട് ഓഫ് മിനറൽസ്. പ്ലാസ്മയിൽ ഇത് കൂടാതെ തന്നെ, ഈ പ്രോട്ടീൻസ് കൂടാതെ തന്നെ ചില മിനറലുകളുണ്ട്, ധാതു ലവണങ്ങൾ കൂടി ഉണ്ട്. സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, ബൈകാർബണേറ്റ് അയോൺസ്, ക്ലോറൈഡ് അയോൺസ്, അതുപോലുള്ള പലതരം അയോണുകൾ, സോഡിയം ക്ലോറൈഡ് അയോൺസ്, കാൽസ്യം അയോൺസ്, മഗ്നീഷ്യം അയോൺസ്, ബൈകാർബണേറ്റ് അയോൺസ്, ഇതെല്ലാം ഈ പ്ലാസ്മയിൽ ഉണ്ട്. അതുപോലെ തന്നെ ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ്, ലിപ്പിഡ്സ് എക്സെട്ര ആർ ഓൾസോ പ്രസൻറ്റ് ഇൻ പ്ലാസ്മ ആസ് ദേ ആർ ഓൾവേസ് ഇൻ ദ ട്രാൻസിസ്റ്റ് ഇൻ ദ ബോഡി. നമ്മുടെ ശരീരത്തിൽ കൂടി ബ്ലഡ് പാസ് ചെയ്യുന്ന സമയത്ത് ബ്ലഡിൻ്റെ അകത്ത് എപ്പോഴും കാണുന്നത്, അതായത് എപ്പോഴും മൂവ് ചെയ്യുന്ന ഒരു പ്രോഡക്ട്സ് ആണ് ഈ ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ്, ലിപ്പിഡ്സ് എല്ലാം ഈ ബ്ലഡിൽ ധാരാളം കാണും.
അത് പ്ലാസ്മയിലാണ് കാണുന്നത്. ഫാക്ടേഴ്സ് ഫോർ കൊയാഗുലേഷൻ ഓർ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ് ആർ ഓൾസോ പ്രസൻറ്റ് ഇൻ ദ പ്ലാസ്മ ഇൻ അൻ ഇനാക്റ്റീവ് ഫോം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന പ്രോട്ടീൻസ് നമ്മുടെ പ്ലാസ്മയിലുണ്ട്. അതിൻ്റെ പേരാണ് ഫൈബ്രിനോജൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന സാധനങ്ങളും നമുക്ക് ഈ പ്ലാസ്മയിൽ അല്ലെ ബ്ലഡിൽ കാണാം. അത് ഏത് രൂപത്തിലായിരിക്കുന്നത്? ഇനാക്റ്റീവ് ഫോമാണ് അല്ലേ, ഇനാക്റ്റീവ് ഫോമിൽ കാണും. ദെൻ പ്ലാസ്മ വിത്തൗട്ട് ദ ക്ലോട്ടിങ് ഫാക്ടേഴ്സ് ഈസ് കോൾഡ് സിറം. നമ്മൾ ക്ലോട്ടിങ് പഠിക്കുമ്പോൾ സിറം എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് അല്ലേ, ക്ലോട്ട് ഉണ്ടായി കഴിയുമ്പോൾ ക്ലോട്ട് മുറിവുണ്ടായിടത്തു നിന്ന് ഊറി വരുന്ന ഒരു ഫ്ലൂയിഡാണ് സിറം എന്ന് പറയുന്നത്. സിറം ശരിക്കും പ്ലാസ്മയിലെ ക്ലോട്ടിംഗ് ഫാക്ടർ ഇല്ലാത്ത പ്ലാസ്മയെ പറയുന്ന പേരാണ് സിറം. അതായത് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? സിറം എന്ന് പറഞ്ഞാൽ പ്ലാസ്മയിൽ നിന്ന് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എല്ലാം ഇല്ലാതാവുമ്പോഴാണ് അതിനെ നമ്മൾ സിറം എന്ന് പറയുന്നത്. അപ്പോൾ ക്ലോട്ടിങ് നടന്നു കഴിയുമ്പോഴാണ് സിറം ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ എടുത്തു വെച്ചാൽ നമുക്കിവിടെ അടിയുമ്പോൾ ബ്ലഡ് ഒരു ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ കുറച്ച് കളക്ട് ചെയ്താൽ കുറച്ച് നേരം കഴിയുമ്പോൾ ബ്ലഡ് ക്ലോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ബ്ലഡ് ക്ലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബ്ലഡിൻ്റെ മുകളിൽ കുറേ ഫ്ലൂയിഡ് ഇങ്ങനെ നിൽക്കും. ആ ഫ്ലൂയിഡിനെയാണ് നമ്മൾ യെല്ലോ കളറിൽ ഫ്ലൂയിഡിനെയാണ് സിറം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്ത് കാണത്തില്ല? ഈ ഫൈബ്രിനോജൻ പോലുള്ള ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഇല്ലാത്ത പ്ലാസ്മയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിറം. ഇത് ഓർത്തിരിക്കുക. പ്ലാസ്മ വിത്തൗട്ട് ദ ക്ലോട്ടിംഗ് ഫാക്ടർ ഈസ് കോൾഡ് സിറം. 1 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുന്നതാണ്. എന്താണ് സിറം? അപ്പം പ്ലാസ്മയിൽ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഇല്ലാതിരിക്കുമ്പോൾ ഇറ്റ് ഈസ് കോൾഡ് ആസ് സിറം. ഇനി നമ്മൾ പ്ലാസ്മ കൂടാതെ ഫോംഡ് എലിമെൻറ്റ്സ് പറഞ്ഞു അല്ലേ. അതിൻ്റെ അകത്തെ കോശങ്ങളെ മൊത്തത്തിൽ നമ്മൾ പറയുന്നതാണ് ഫോംഡ് എലിമെൻറ്റ്സ് എന്ന് പറയും. ഇനി എന്തൊക്കെയാണ് ഫോംഡ് എലിമെൻറ്റ്സ് എന്ന് നോക്കാം. ഫോംഡ് എലിമെൻറ്റ്സ് എന്ന് പറയുന്നത് ആർ ഓഫ് 3 ടൈപ്സ്. നമ്മൾ ഓൾറെഡി നമുക്ക് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള നമുക്കറിയാം ഫോംഡ് എലിമെൻറ്റ്സിനെ റെഡ് ബ്ലഡ് സെൽസ് അല്ലേ, റെഡ് ബ്ലഡ് സെൽസ് അല്ലെ റെഡ് ബ്ലഡ് കോർപ്പസൽസ്, അല്ലെങ്കിൽ അവരെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എറിത്രോസൈറ്റ്സ്. പിന്നെ മറ്റൊരു ഫോംഡ് എലിമെൻ്റ് ആണ് വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ WBC ഓർ ഇറ്റ്സ് ഓൾസോ കോൾഡ് ആസ് ല്യൂക്കോസൈറ്റ്സ്. പിന്നുള്ളത് പ്ലേറ്റ്ലെറ്റ്സ് അല്ലെങ്കിൽ ത്രോംബോസൈറ്റ്സ്. അപ്പോൾ ഫോംഡ് എലിമെൻറ്റ്സ് ആർ ഓഫ് 3 ടൈപ്സ്: RBC ഓർ എറിത്രോസൈറ്റ്സ്, WBC ഓർ ല്യൂക്കോസൈറ്റ്സ്, പ്ലേറ്റ്ലെറ്റ്സ് ഓർ ത്രോംബോസൈറ്റ്സ്. നിങ്ങൾ RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഈ പേരുകൾ കൂടി പഠിച്ചിരുന്നതാണ്. എറിത്രോസൈറ്റ്സ് എന്നാണ് RBCക്ക് പറയുന്നത്, ല്യൂക്കോസൈറ്റ്സ് എന്നാണ് WBCക്ക് പറയുന്നത്, പ്ലേറ്റ്ലെറ്റ്സിനെ നമ്മൾ അറിയപ്പെടുന്നത് ത്രോംബോസൈറ്റ്സ്. അപ്പോൾ എറിത്രോസൈറ്റ്സ്, leukocytes and platelets are collectively called the formed elements. They constitute nearly 45% of the blood. അല്ലേ, 55% പ്ലാസ്മയാണ്, ബാക്കി 45% മാത്രമേ ആര് വരുന്നുള്ളൂ? ഫോംഡ് എലിമെൻറ്റ്സ് വരും. അപ്പോൾ ഈ ഓരോന്നിനെയും കുറിച്ച് നമ്മൾ പഠിക്കണം. എറിത്രോസൈറ്റ്സ് എങ്ങനെയായിരിക്കുന്നത്, ല്യൂക്കോസൈറ്റ്സ് എന്തൊക്കെയാണ്, പ്ലേറ്റ്ലെറ്റ്സ് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ പഠിക്കാൻ. അപ്പോൾ ആദ്യം നമ്മൾ എറിത്രോസൈറ്റ്സിനെ കുറിച്ച് പഠിക്കാം. എറിത്രോസൈറ്റ്സ് ആണെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ് ഓർ RBC. അപ്പോൾ RBCയുടെ കുറിച്ച് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടി ഒന്ന് പറയാം. എറിത്രോസൈറ്റ്സ് ഓർ RBC സെൽസ് ആർ ദ മോസ്റ്റ് അബണ്ടൻറ്റ് ഓഫ് ഓൾ ദി സെൽസ് ഇൻ ബ്ലഡ്. ബ്ലഡിൻ്റെ അത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങളാണ് RBC. എറിത്രോസൈറ്റ്സ് ഓർ റെഡ് ബ്ലഡ് സെൽസ് ആർ ദ മോസ്റ്റ് അബണ്ടൻറ്റ് ഓഫ് ഓൾ ദ സെൽസ് ഇൻ ദ ബ്ലഡ്. എ ഹെൽത്തി അഡൽട്ട് മാൻ ഹാസ് an average 5 million to 5 million of RBC per cubic millimeter of blood. അപ്പോൾ ഈ ഒരു ക്യൂബിക് മില്ലിമീറ്റർ ഓഫ് ബ്ലഡിൽ ഒരു ഹെൽത്തി പേഴ്സൻ്റെ നമ്മൾ നോർമലായിട്ട് എത്ര RBC ആണ് നോർമലായിട്ട് ഒരാളിൽ കാണുന്നതെന്നുള്ള കണക്കാണ് ഈ പറഞ്ഞിരിക്കുന്നത്. 5 million to 5.5 million, 5 to 5.5 മില്യൺസ് ആണ് എത്ര ബ്ലഡിലുള്ളത്? ക്യൂബിക് മില്ലിമീറ്റർ. ഇതിൽ (10⁻³ എന്ന് പറയുന്നത് ക്യൂബിക് മില്ലിമീറ്റർ ഓഫ് ബ്ലഡിൽ ഇത്രയുണ്ടായിരിക്കണം. അതാണ് നോർമലായിട്ട് ഒരാളുടെ ആവറേജ് ആയിട്ട് വരുന്ന RBCയുടെ എണ്ണം കണക്ക്. RBCs ആർ ഫോംഡ് ഇൻ ദ റെഡ് ബോൺ മാരോ ഇൻ ദ അഡൽട്ട്. നമുക്കറിയാം RBC എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? മജ്ജയിൽ നിന്ന് അല്ലേ, ബോൺ മാരോയിൽ നിന്ന്. മജ്ജയിൽ നിന്നാണ്. ബോൺ മാരോ എന്ന് പറയുന്നത് അറിയാം നിങ്ങൾക്ക്, എല്ലിൻ്റെ ഉള്ളിലുള്ള മജ്ജ, അതിനുള്ളിൽ നിന്നാണ് RBC ഉണ്ടാകുന്നത്. RBCs are devoid of nucleus in most of the mammals. മാമൽസിലെല്ലാം തന്നെ RBCക്കകത്ത് എന്തില്ല? ന്യൂക്ലിയസ് ആബ്സെൻ്റ് ആണ്. ദേ ആർ ബൈകോൺകേവ് ഇൻ ഷേപ്പ്. ഇതിൻ്റെ ഷേപ്പ് കണ്ടാൽ നമുക്കറിയാം, ഉൾവശം ഇങ്ങനെ കുഴിഞ്ഞും അപ്പുറവും ഇപ്പുറവും കുഴിഞ്ഞിരിക്കും, അരികെല്ലാം ഇങ്ങനെ പുറത്തേക്ക് തള്ളിയിരിക്കും. അപ്പോൾ ഈ ഷേപ്പിനെയാണ് നമ്മൾ കോൺകേവ് ഷേപ്പ് എന്ന് പറയും. ഉള്ളിലേക്ക് തള്ളി, നിങ്ങൾ കോൺകേവ് ലെൻസ് ഒക്കെ പറയുന്നില്ലേ, അതേപോലെ. അപ്പോൾ അതിനെ കോൺകേവ് എന്ന് പറയാൻ കാരണം അപ്പുറവും ഇപ്പുറവും 2 വശം
അങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് അതിനെ ബൈകോൺകേവ് ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ അബണ്ടൻറ്റ് സെല്ലുകളാണ്. 5 to 5.5 millions of RBC are present in cubic millimeter of blood, and RBC is formed in red bone marrow, and RBC is devoid of nucleus. ഇതിൻ്റെ അകത്ത് എന്തില്ല? ന്യൂക്ലിയസും സെൽ ഓർഗനൽസും കുറവാണ്. സെൽ ഓർഗനൽസും ഇല്ല. പകരം ഈ RBC നിറച്ച് എന്താണുള്ളത്? ഹീമോഗ്ലോബിനാണ്. And they are biconcave in shape. They have a red colored iron containing complex protein called hemoglobin. ഇതിൻ്റെ അകത്ത് RBCക്കകത്ത് എന്താണുള്ളത്? റെഡ് കളറിലുള്ള അയൺ കണ്ടെയ്നിങ് കോംപ്ലക്സ് പ്രോട്ടീൻ. നമ്മൾ ഹീമോഗ്ലോബിനെ കുറിച്ചാണ് പറയുന്നത്. RBCക്കകത്ത് ധാരാളം ഹീമോഗ്ലോബിൻ മോളിക്യൂൾസ് ഉണ്ട്. എ ഹെൽത്തി individual has 12 to 16 grams of hemoglobin in every 100 ml of blood. 100 ml ബ്ലഡിൻ്റെ അകത്ത് നമുക്ക് എത്ര കാണും? 12 തൊട്ട് 16 grams ഓഫ് ഹീമോഗ്ലോബിൻ ഉണ്ട്. 100 ml ബ്ലഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ഹെൽത്തി പേഴ്സൺ എത്ര ഉണ്ടായിരിക്കണം? 12 തൊട്ട് 16 grams ഓഫ് ഹീമോഗ്ലോബിൻ ഉണ്ടായിരിക്കണം. These molecules play a significant role in the transport of respiratory gases. These molecules play a significant role in the transport of respiratory gases. നമ്മൾ നേരത്തെ പഠിച്ചാണ് ഹീമോഗ്ലോബിനാണ് കാർബൺ ഡയോക്സൈഡ്, ഓക്സിജൻ പോലുള്ള റെസ്പിറേറ്ററി ഗ്യാസുകളെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. RBCs have an average lifespan of 120 days, after which they are destroyed in the spleen. അതായത് RBCയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 120 ദിവസമാണ്. എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? നമ്മൾ പഠിച്ചേ ബോൺ മാരോയിൽ നിന്നുണ്ടായി കഴിഞ്ഞിട്ട് 120 ദിവസം കഴിയുമ്പോൾ അത് ഡിസ്ട്രോയ് ചെയ്യും, അല്ലേ? അത് നശിച്ചു പോകും. എവിടെ കൊണ്ടുപോയാണ് ഇനി ഡിസ്ട്രോയ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സ്പ്ലീൻ എന്ന് പറയുന്ന ഒരു അവയവം നമുക്കുണ്ട്. സ്പ്ലീൻ അതായത് നമ്മുടെ ഇൻഡസ്ട്രീനോട് ചേർന്ന് കാണുന്ന ഒരു അവയവമാണ് സ്പ്ലീൻ എന്ന് പറയും. പ്ലീഹ എന്ന് പറയുന്ന ഒരു അവയവം. അപ്പോൾ ആ അവയവത്തിലാണ് ഇത് കാണുന്നത്. അതിന് പറയുന്നതാണ് ഗ്രേവ്യാർഡ് ഓഫ് RBC. ഗ്രേവ്യാർഡ് എന്ന് പറഞ്ഞാൽ ശവപ്പറമ്പ് എന്ന് നമ്മൾ പറയും. ശവപ്പറമ്പ് എന്ന് പറയും. RBC have an average lifespan of 120 days, after which they are destroyed in the spleen. Spleen എന്ന് പറയും, സ്പ്ലീൻ പ്ലീഹ എന്ന് പറയും. പ്ലീഹയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രേവ്യാർഡ് ഓഫ് RBC. ഗ്രേവ്യാർഡ് എന്ന് പറയുന്നത് ശവപ്പറമ്പ് എന്ന് പറയും. RBCയെ ഡിസ്ട്രോയ് ചെയ്യുന്ന ശവപ്പറമ്പിനെയാണ് നമ്മൾ സ്പ്ലീൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈ ഫീച്ചേഴ്സ് ഒന്നുകൂടി ഒരു ഫോർമാറ്റായിട്ട് എഴുതിയേക്കാണ്. അതിൻ്റെ കളർ റെഡ് ഇൻ കളർ ഡ്യൂ ടു ഹീമോഗ്ലോബിൻ. RBCയുടെ കളറാണ് റെഡ് കളറാണ്. നോർമൽ HB ലെവൽ ഇൻ ബ്ലഡ് ഈസ് 12 to 16 grams per 100 ml. ലൈഫ് സ്പാൻ 120. കൗണ്ട് പറയുമ്പോൾ 5 to 5.5 million per cubic millimeter of blood. ഫോംഡ് ഇൻ റെഡ് ബോൺ മാരോ. സ്ട്രക്ചർ പറയുമ്പോൾ ബൈകോൺകേവ് ഇൻ ഷേപ്പ് ആൻഡ് നോ ന്യൂക്ലിയസ് പ്രസൻറ്റ്. നോൺ ന്യൂക്ലിയേറ്റഡ് ആണ്, ന്യൂക്ലിയസ് ആബ്സെൻ്റ് ആണ്. ഫംഗ്ഷൻ പറഞ്ഞാൽ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ട്രാൻസ്പോർട്ട് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ്. അതിൻ്റെ ഫംഗ്ഷൻ റെസ്പിറേറ്ററി ഗ്യാസസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് WBC അല്ലെങ്കിൽ ല്യൂക്കോസൈറ്റ്സ് അല്ലെങ്കിൽ WBC എന്താണെന്ന് നോക്കാം. Leukocytes are also known as white blood cells or WBC, as they are colorless due to the lack of hemoglobin. അവരെ നമ്മൾ വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് വിളിക്കാൻ കാരണം അതിനകത്ത് അവർ കളർലെസ് ആണ്, കളറില്ല. പിന്നെ കളറില്ലാത്തതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ എന്തില്ല? ഹീമോഗ്ലോബിൻ ആബ്സെൻ്റ് ആണ്. They are non-nucleated and are relatively lesser in number, which averages 6,000 to 8,000 cubic millimeter of blood. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേ ആർ ന്യൂക്ലിയേറ്റഡ്. അവർക്ക് വലിയ ന്യൂക്ലിയസ് ആണ്. ഈ കാണിച്ചിരിക്കുന്ന എല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് WBC ആണ്. RBCയുടെ പോലെ അല്ല, ഇവരെല്ലാം ന്യൂക്ലിയേറ്റഡ് ആണ്. ഇവർക്ക് ന്യൂക്ലിയസും ഉണ്ട്. പിന്നെ അതിൻ്റെ നമ്പർ എന്ന് പറയുമ്പം നമ്മൾ RBCയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തീരെ കുറവാണ്. മറ്റേടത്ത് നമ്മൾ 5 to 5.5 million ആണ് ക്യൂബിക് മില്ലിമീറ്റർ ഓഫ് ബ്ലഡ് എങ്കിൽ ഇവിടെ ക്യൂബിക് മില്ലിമീറ്റർ ഓഫ് ബ്ലഡിൻ്റെ അകത്ത് 6,000 തൊട്ട് 8,000 വരെ WBC മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു എത്ര ഉണ്ടെന്നുള്ള ആ എണ്ണം ഓർത്തിരിക്കുക. ഇവിടെ 6,000 തൊട്ട് 8,000. അപ്പം മറ്റേതിൻ്റെ അപേക്ഷിച്ച് തീരെ കുറവാണ് WBCയുടെ എണ്ണം. ല്യൂക്കോസൈറ്റ്സ് ആർ ജനറലി ഷോർട്ട് ലിവ്ഡ്. അത് കുറച്ച് നാൾ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. കൂടി വന്ന 2 ആഴ്ച ഒക്കെ മാത്രമേ അത് ലൈഫ് സ്പാന് ഉള്ളൂ. ല്യൂക്കോസൈറ്റ്സ്
വി ഹാവ് ടു മെയിൻ കാറ്റഗറീസ് ഓഫ് ഡബ്ല്യു ബി സി രണ്ട് തരമായിട്ട് നമ്മൾ തിരിക്കുകയാണ്. രണ്ട് ഗ്രൂപ്പ്സ് ഉണ്ട്. അതിനെയാണ് ഗ്രാനുലോസൈറ്റ്സ് എന്നും ഗ്രാനുലോസൈറ്റ്സ് എന്നും പറയും. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പടത്തിൽ ഇതൊരു ഡബ്ല്യു ബി സി ആണ്. ആ ഡബ്ല്യു ബി സിയുടെ ഇതിൽ കാണിച്ചിരിക്കുന്ന ന്യൂക്ലിയസും ഇത് സൈറ്റോപ്ലാസമാണ്. ആ സൈറ്റോപ്ലാസത്തിനുള്ളിൽ കുറേ ഗ്രാനുളുകൾ കാണാം, അല്ലേ? തരികൾ പോലെ കാണാം. അപ്പോൾ അങ്ങനെ തരികളുള്ള ഡബ്ല്യു ബി സികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രാനുലോസൈറ്റ്സ് എന്ന് പറയും. ഇനി ഈ തരികൾ ഇല്ല, സൈറ്റോപ്ലാസ്മിക് ഗ്രാന്യൂൾസ് ഇല്ലാത്തവരെയാണ് നമ്മൾ ഗ്രാനുലോസൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഗ്രാനുലോസൈറ്റ്സ് എന്ന് പറയുന്നത് ലിംഫോസൈറ്റ്സ് ആൻഡ് മോണോസൈറ്റ്സ് രണ്ട് പേരാണ്. ലിംഫോസൈറ്റും മോണോസൈറ്റും എന്ന് പറഞ്ഞ രണ്ട് ടൈപ്പ് ഡബ്ല്യു ബി സിസിനെയാണ് നമ്മൾ ഗ്രാനുലോസൈറ്റ്സ് എന്ന് പറയുന്നത്. അതേസമയം ഗ്രാനുലോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ന്യൂട്രോഫിൽ, ഇസ്നോഫിൽസ് ആൻഡ് ബേസോഫിൽ. ന്യൂട്രോഫിൽ, ഇസ്നോഫിൽസ് ആൻഡ് ബേസോഫിൽസ്. അപ്പോൾ ഈ മൂന്നെണ്ണമാണ് ഗ്രാനുലോസൈറ്റ്സ്. നിറയെ ഗ്രാനുൾസ് ഇതിൻ്റെ അകത്ത് വെറുതെ ഇങ്ങനെ ക്ലിയർ ആയിരിക്കും, പക്ഷേ ഈ കാണിച്ചിരിക്കുന്ന ഗ്രാനുൾസ് അല്ല. ഗ്രാനുൾസ് ഇല്ലാത്തവരെയാണ് നമ്മൾ ഗ്രാനുലോസൈറ്റ്സ് എന്ന് പറയും. അപ്പോൾ ആരൊക്കെയാണെന്നുള്ള ഇത് മെയിൻ കാറ്റഗറീസിനെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാനുലോസൈറ്റും ഗ്രാനുലോസൈറ്റും പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കുന്നുണ്ട്. നമുക്ക് പ്രാക്ടിക്കലിന് ബ്ലഡ് അനലൈസ് ചെയ്യുമ്പം ബ്ലഡിൻ്റെ അകത്തെ ആർ ബി സിയും ഡബ്ല്യു ബി സിയും കാണുമ്പോൾ അതിനെ തിരിച്ചറിയുന്നതും ഈ ഗ്രാനുൾസിൻ്റെയും അതുപോലെ തന്നെ ഇതിൻ്റെ ന്യൂക്ലിയസിൻ്റെ പ്രത്യേകത അനുസരിച്ച് ആണ് നമ്മൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു ഫ്ലോ ചാർട്ടായിട്ട് പഠിച്ചു വെക്കുക, ഇതിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചു വെക്കുക, ഇതിൻ്റെ ഫങ്ഷൻസ് പഠിച്ചു വെക്കുക. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഈ ഡബ്ല്യു ബി സി. അപ്പോൾ ഡബ്ല്യു ബി സി നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഗ്രാനുലോസൈറ്റ് എന്നും ഗ്രാനുലോസൈറ്റ് എന്നും പറയും. സൈറ്റോപ്ലാസത്തിൽ ഗ്രാന്യൂൾസ് ഉള്ളവരെയാണ് ഗ്രാനുലോസൈറ്റ് എന്ന് പറയുന്നത്. അവർ ന്യൂട്രോഫിൽസ്, ഇസ്നോഫിൽസ്, ബേസോഫിൽ. ഈ ഫിൽസ് വരുന്നവരെല്ലാം എന്തെന്ന് ഓർത്തിരിക്കുക? ഗ്രാനുലോസൈറ്റ്സ് ആണ്. ഗ്രാനുലോസൈറ്റ്സ് എല്ലാം ലിംഫോസൈറ്റും മോണോസൈറ്റും, ഇവർ രണ്ടുപേരേ ഉള്ളൂ ഗ്രാനുലോസൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാനുലോസൈറ്റ്സ് നമ്മൾ അവരുടെ ഫങ്ഷനും കൂടി പഠിക്കാൻ വേണ്ടിയാണ്. ഗ്രാനുലോസൈറ്റ്സ് മൂന്ന് ടൈപ്പാണ്. ന്യൂട്രോഫിൽസ്, ഇസ്നോഫിൽസ് ആൻഡ് ബേസോഫിൽസ് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രാനുലോസൈറ്റ്സ്. ന്യൂട്രോഫിൽസിൻ്റെ പ്രത്യേകത, ദേ ആർ മോസ്റ്റ് അബണ്ടൻറ്റ് ഡബ്ല്യു ബി സി. ഡബ്ല്യു ബി സിയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത്, ഡബ്ല്യു ബി സി തന്നെ നമുക്കറിയാം കുറവാണ് എണ്ണത്തിൽ, എന്നാലും ആ ഡബ്ല്യു ബി സിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഡബ്ല്യു ബി സി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂട്രോഫിൽസ് ആണ്. അതുകൊണ്ടാണ് ഡബ്ല്യു ബി സിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്, വലുതെന്നല്ല, ഏറ്റവും കൂടുതൽ കാണുന്നതിനെയാണ് നമ്മൾ ന്യൂട്രോഫില്ലുകൾ എന്ന് പറയും. അത് എത്ര പെർസെൻറ്റേജ് വരുന്നുണ്ട്? 60 to 65% ആണ് ഫാഗോസൈറ്റ്, ആണ് ന്യൂട്രോഫിൽസ്. അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നതാണ് ഫാഗോസൈറ്റിക്കാണ്. ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നമുക്കറിയാം ഓൾറെഡി ഡബ്ല്യു ബി സി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പ്രതിരോധത്തിന് വേണ്ടി സഹായിക്കുന്ന കോശങ്ങളാണ് ഡബ്ല്യു ബി സി. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ബ്ലഡിലോ ഒക്കെ ഏതെങ്കിലും ഫോറിൻ മെറ്റീരിയൽസ്, നമ്മുടെ പുറത്തുനിന്ന് കയറി വരുന്ന ജേംസോ അല്ലെ എന്തെങ്കിലും ഫാക്ടേഴ്സ് നമ്മുടെ ബോഡിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവരെ വിഴുങ്ങി നശിപ്പിക്കുക എന്നുള്ളതാണ് ഈ ന്യൂട്രോഫിൽസ് ചെയ്യുന്നത്. അത് നമ്മൾ ഫാഗോസൈറ്റോസിസ് പഠിക്കുന്ന എവിടെയാണ്? അമീബയിലൊക്കെ പഠിക്കുന്നില്ലേ? അമീബ ഇങ്ങനെ ഫുഡ് വിഴുങ്ങുന്നതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിനെയാണ് ഫാഗോസൈറ്റോസിസ്. അപ്പോൾ ഈ കോശങ്ങളും അതേപോലെ തന്നെ നമ്മുടെ ബ്ലഡിൽ കയറിക്കൂടുന്ന മൈക്രോബ്സിനെയൊക്കെ വിഴുങ്ങുന്ന ജോലിയാണ് ഈ ഫാഗോസൈറ്റോസിസ്. അപ്പോൾ അതുകൊണ്ട് ന്യൂട്രോഫിൽസിനെ നമ്മൾ എന്ത് പറയുന്നു? ഫാഗോസൈറ്റിക് ആണെന്ന് പറയും. അപ്പോൾ ന്യൂട്രോഫിൽ ഏറ്റവും കൂടുതലാണ് കാണുന്നത്. ഇത് എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്നും കൂടെ ഓർത്തിരിക്കുക, 60 തൊട്ട് 65%. അടുത്ത രണ്ടാമത്തെ ആളാണ് ഇസ്നോഫിൽസ്. ഇസ്നോഫിൽസ് എന്ന് പറയുന്നത് തീരെ കുറവാണ്, 2.3% മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഫങ്ഷൻ പറയുന്നത് റെസിസ്റ്റ് ഇൻഫെക്ഷൻ, ഇൻവോൾവ്സ് ഇൻ അലർജിക് റിയാക്ഷൻ. നമുക്ക് ഇസ്നോഫീലിയ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? ഇസ്നോഫിൽ കോശങ്ങൾ കൂടുതൽ വരുമ്പോഴാണ് ഇസ്നോഫീലിയ എന്ന് പറയുന്ന അസുഖം. നമ്മൾ ഇസ്നോഫീലിയ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? അലർജിക് റിയാക്ഷനാണ് അല്ലേ? എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ രോഗാണുക്കളൊക്കെ കയറിയിട്ടുണ്ട്, അല്ലെ പൊടിപടലങ്ങളൊക്കെ കയറിയ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന കോശങ്ങളാണ് ഇസ്നോഫിൽസ്. അപ്പോൾ അലർജിയുമായിട്ട് ബന്ധപ്പെട്ട ഡബ്ല്യു ബി സീസ് ആണ്. ഇൻഫെക്ഷൻസിനെ ചെറുത്ത് നിൽക്കാൻ സഹായിക്കുന്ന ഡബ്ല്യു ബി സീസ് ആണ് ഇസ്നോഫിൽസ് എന്ന് പറയും. മൂന്നാമത്തെ ആളാണ് ബേസോഫിൽസ് എന്ന് പറയും. ബേസോഫിൽസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്, ബേസോഫിൽസ്. അപ്പോൾ ഇത് രണ്ടും ന്യൂട്രോഫിൽസ്, ബിസ്നോഫിൽസ് ആൻഡ് ബേസോഫിൽ. ബേസോഫിൽസ് എന്ന് പറയുന്നത് തീരെ കുറവാണ്. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ന്യൂട്രോഫിൽ എന്ന് പറയുന്ന പോലെ തന്നെ ബേസോഫിൽ തീരെ ലീസ്റ്റ്
അബണ്ടൻറ്റ്, തീരെ കുറച്ചേ ഉള്ളൂ. 0.5 to 1% മാത്രമേ ബേസോഫിൽസ് നമ്മുടെ ബ്ലഡിൽ ഉള്ളൂ. ആ കണക്ക് ഓർത്തിരുന്ന എത്ര ശതമാനം എന്നുള്ളത് 0.5 തൊട്ട് 1% മാത്രമേ ഉള്ളൂ. ഇൻവോൾവ് ഇൻ ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ, നമ്മുടെ ശരീരത്തിൽ എന്തിന് സഹായിക്കുന്നവരാണത്? ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും, നമുക്കറിയാലോ, എന്തെങ്കിലും ശരീരത്തിൽ നമ്മളെ വല്ല ഉറുമ്പ് കടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനം നമ്മുടെ ശരീരത്തിൽ കയറുകയോ ഒക്കെ ചെയ്യുമ്പോൾ അല്ലേ, ഇൻഫ്ലമേഷൻ ഉണ്ടാകും. അതായത് തിണർപ്പ് വരിക, നമ്മുടെ ശരീരത്തിൽ ചൊറിഞ്ഞു തടിക്കുക അല്ലേ, ഏതെങ്കിലും ജീവികൾ കുത്തിയാലൊക്കെ തെണുത്ത് വരത്തില്ലേ. അപ്പോൾ അങ്ങനെ തിണർത്ത് വരുന്നത് ആ ഒരു റിയാക്ഷനെ സഹായിക്കുന്ന കോശങ്ങളാണ് ബേസോഫിൽസ്. ഈ തെണുത്ത് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ കോശങ്ങൾ ദേ സെക്രീറ്റ് സം സബ്സ്റ്റൻസ് കോൾഡ് ഹിസ്റ്റമിൻ, സെറോട്ടോണിൻ, ഹെപ്പാരിൻ എക്സെട്ര. ഇതേപോലുള്ള കെമിക്കൽസ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യും. ആ കെമിക്കൽസ് വരുമ്പോൾ ആ ഒരു തിണർപ്പ് ഉണ്ടാകാനുള്ള സാധ്യത വരും. അപ്പോൾ ഇതൊരു എന്താ പറയുന്നത്, റെസിസ്റ്റ് ചെയ്യുന്ന, നമ്മുടെ ബോഡിയിലെ ചെറുത്ത് നിൽക്കാൻ, രോഗാണുക്കളെ ചെറുത്ത് നിൽക്കാൻ സഹായിക്കുന്നവരാണ് ഇവർ ബേസോഫിൽസ്. അപ്പം ന്യൂട്രോഫിൽസ് ഏറ്റവും കൂടുതൽ കാണുന്ന WBC ന്യൂട്രോഫിലും ഏറ്റവും കുറവ് കാണുന്ന WBC ഏതെന്ന് ചോദിച്ചാൽ ബേസോഫിൽസ്. അപ്പോൾ ഈ 3 പേരെക്കുറിച്ച് പഠിച്ചു വെച്ചിരിക്കണം. നെക്സ്റ്റ് എ ഗ്രാനുലോസൈറ്റ്. എ ഗ്രാനുലോസൈറ്റ്സ് 2 പേരേ ഉള്ളൂ, ലിംഫോസൈറ്റും മോണോസൈറ്റും. ഇതാണ് ലിംഫോസൈറ്റ്സ്. അവരുടെ ന്യൂക്ലിയസ് വലിയ ലാർജ് ലിംഫോസൈറ്റ്സ് ആണ്. കണ്ടോ, അതിൻ്റെ ന്യൂക്ലിയസ് വലുതാണ്. അതേസമയം മോണോസൈറ്റ്സിൻ്റെ ഇങ്ങനെ ഒരുമാതിരി ബീൻ ഷേപ്പ് ന്യൂക്ലിയസ് ആണ്. ഇവരുടെ ന്യൂക്ലിയസ് കൂടി നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇവരുടെ വരുമ്പോൾ ന്യൂട്രോഫിൽസിൽ ഇവിടെ നമ്മൾ ഒത്തിരി ലോബ്സ് കാണും അല്ലേ, ഇവിടെ അത്രയില്ല, 2 or 3 ലോബ്സ് വരും. ഇത് പിന്നെ ബീൻ ഷേപ്പാണ്. അത് നമ്മൾ പ്രാക്ടിക്കലിന് വരുമ്പോൾ നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച്, അതിൻ്റെ ന്യൂക്ലിയസിൻ്റെ ഷേപ്പിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ പറഞ്ഞുതരാം. ഇപ്പോൾ തൽക്കാലം അവരുടെ ഫംഗ്ഷനൊക്കെ പഠിച്ചു വെക്കുക. ഇനി മോണോസൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവരെയാണ് മോണോസൈറ്റ്. 6 to 8% ആണ് ഇവരുള്ളത്, 6 തൊട്ട് 8%. ആർ ഫാഗോസൈറ്റിക് സെൽസ് വിച്ച് ഡിസ്ട്രോയ് ദ ഫോറിൻ ഓർഗാനിസംസ് എൻറ്ററിങ് ദ ബോഡി. ഇവരും നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും രോഗാണുക്കളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ കയറിയാൽ അവരെയൊക്കെ നശിപ്പിക്കുക എന്നുള്ള ജോലിയാണ് മോണോസൈറ്റ്സിൻ്റെ ജോലി. പിന്നെ ഉള്ള ആളാണ് ലിംഫോസൈറ്റ്സ്. ലിംഫോസൈറ്റ്സ് വരുന്നത് 20 to 25%, 20 തൊട്ട് 25%. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇമ്മ്യൂൺ റെസ്പോൺസ് ഓഫ് ദ ബോഡി. നമ്മുടെ പ്രതിരോധ ശേഷി നൽകുന്ന കോശങ്ങളാണ് ലിംഫോസൈറ്റ്. അത് 2 തരമുണ്ട്, ബി ലിംഫോസൈറ്റ് എന്നും ടി ലിംഫോസൈറ്റ് എന്നും പറയും. ആർ പ്രസൻറ്റ് ലിംഫോസൈറ്റ്, അതാണ് ഈ പടം കാണിച്ചിരിക്കുന്നത്. ടി ലിംഫോസൈറ്റുകളും ബി ലിംഫോസൈറ്റുകളും. അപ്പോൾ 2 തരം ലിംഫോസൈറ്റ്സ് ആണുള്ള, ബി ലിംഫോസൈറ്റ് ആൻഡ് ടി ലിംഫോസൈറ്റ്. അപ്പോൾ എ ഗ്രാനുലോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ സൈറ്റോപ്ലാസം ക്ലിയർ ആയിരിക്കും വിത്ത് ലാർജ് ന്യൂക്ലിയസ്. മറ്റേവരെ വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് പ്രത്യേകത, ഇവരുടെ ന്യൂക്ലിയസ് വലുതായിരിക്കും, സൈറ്റോപ്ലാസം തീരെ കുറവാണ്. പിന്നെ അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ കൂടുതലും ഡിഫെൻസീവ് സെല്ലുകളാണ് ഇല്ലേ, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഒക്കെ സഹായിക്കുന്ന കോശങ്ങളാണ് ലിംഫോസൈറ്റ്സ്. അപ്പം ലിംഫോസൈറ്റ്സും മോണോസൈറ്റ്സും എ ഗ്രാനുലോസൈറ്റ്സ് ആണ്. അപ്പോൾ ഇത് ടൈപ്സ് ഓഫ് WBC ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഗ്രാനുലോസൈറ്റ്സ് 3 എ ഗ്രാനുലോസൈറ്റ്സ് 3. നമ്മൾ പഠിച്ചതാണ് ന്യൂട്രോഫിൽസ്, ഇസ്നോഫിൽസ്, ബേസോഫിൽസ്. ഈ ചാർട്ട് ഇതേപോലെ തന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെക്കുക, എത്ര ശതമാനമുണ്ട്, അവരുടെ ഫങ്ഷൻ എന്താണ് അല്ലേ. ന്യൂട്രോഫിലാണ്, ഫാഗോസൈറ്റിക് ആണ്, സോൾജിയേഴ്സ് ഓഫ് ദി ബോഡി, നമ്മുടെ പിന്നെ ബോഡിയുടെ പട്ടാളക്കാരാണ് ശരിക്കും ന്യൂട്രോഫിൽസ് അല്ലേ. ഇസ്നോഫിൽസ് എന്ന് പറയുന്നത് റെസിസ്റ്റ് ഇൻഫെക്ഷൻ, കോസസ് അലർജിക് റിയാക്ഷൻ. ബേസോഫിൽസ് ആണ് ദി സെക്രീറ്റ് ഹിസ്റ്റമിൻ, സെറോട്ടോണിൻ, ഹെപ്പാരിൻ, കോസസ് ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ. ആൻഡ് മോണോസൈറ്റ്സ് എന്ന് പറയുന്നത് അവർ 6 to 8% ഫാഗോസൈറ്റിക് ആണ്. ഇവരും ഫാഗോസൈറ്റിക് ആണ് അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു, മറ്റ് രോഗാണുക്കളെ പിടിച്ച് തിന്നുന്ന ജോലി. ലിംഫോസൈറ്റ്സ് ആർ 2 types, ബി ലിംഫോസൈറ്റുകളും ടി ലിംഫോസൈറ്റ്സും ഉണ്ട്. 20 to 25%. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഇമ്മ്യൂൺ റെസ്പോൺസ്, പ്രതിരോധ ശേഷി. ഇനി ഒരു കോശങ്ങളൂടെ ഉള്ളൂ, പ്ലേറ്റ്ലെറ്റുകൾ എന്ന് പറയും. ആ പ്ലേറ്റ്ലെറ്റുകളെ നമ്മൾ അറിയപ്പെടുന്നത് ത്രോംബോസൈറ്റ്സ് എന്നാണ്. These are cell fragments produced from the megakaryocytes. They are called as specialized megakaryocytes എന്ന് പറയുന്ന കോശങ്ങളിൽ നിന്നുണ്ടാകുന്ന സാധനങ്ങളെയാണ് നമ്മൾ പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത്. They are special cells in the bone marrow. അപ്പോൾ ബോൺ മാരോയിലാണല്ലോ നമ്മൾ ബ്ലഡ് സെൽസ് ഉണ്ടാകുന്നത്, ബോൺ മാരോയിലാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ബോൺ മാരോയിൽ നിന്നുണ്ടാകുന്ന സെല്ലെന്ന് വിളിക്കാൻ പറ്റാത്ത തരം ഫ്രാഗ്മെൻറ്റുകളെയാണ് നമ്മൾ പ്ലേറ്റ്ലെറ്റുകൾ എന്ന് പറയുന്നത്. പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത് മെഗാകാരിയോസൈറ്റ്സ് എന്ന് പറയുന്ന കോശങ്ങളിൽ നിന്നുണ്ടാകുന്ന
ചെറിയ ചെറിയ ഫ്രാഗ്മെൻറ്റ്സ്, ചെറിയ ചെറിയ പീസുകളെയാണ് നമ്മൾ പ്ലേറ്റ്ലെറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നോർമൽ കൗണ്ട് ഈസ് 1 lakh 1.5 lakh to 3.5 lakhs in cubic millimeter of blood. എത്ര ലക്ഷമാണ് വരുന്നത്? 1.5 ലക്ഷം തൊട്ട് 3.5 ലക്ഷം വരെ ഒരു ക്യൂബിക് മില്ലിമീറ്റർ ബ്ലഡിൽ ഇവർ കാണാം, പ്ലേറ്റ്ലെറ്റ്സ് കാണാം. മെയിൻ ഫങ്ഷൻ ഈസ് ബ്ലഡ് ക്ലോട്ടിങ്. ബ്ലഡ് ക്ലോട്ടിങ്ങിനാണ് ഇവരുടെ പ്രധാന ഫങ്ഷൻ. ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് പ്ലേറ്റുകളുടെ ജോലി. അപ്പോൾ പ്ലേറ്റ്ലെറ്റ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് ക്ലോട്ട് ചെയ്യും. നമ്മൾ കേട്ടിട്ടുണ്ട് പ്ലേറ്റ്ലെറ്റ് കുറയുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ കൂടെയൊക്കെ ബ്ലഡ് ഇങ്ങനെ പൊടിഞ്ഞു വരും. അപ്പം നമ്മൾ ഈ ഇടയ്ക്കൊക്കെ ഉള്ള അസുഖങ്ങളിലെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്, ഇല്ലേ? ഡെങ്കു ഫീവറിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പ്ലേറ്റ്ലെറ്റ്സ് കുറയുന്ന അവസ്ഥ. അപ്പോൾ പ്ലേറ്റ്ലെറ്റ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് ക്യാപ്പിലറീസിൽ നിന്നൊക്കെ ബ്ലഡ് ഇങ്ങനെ പൊടിഞ്ഞു വന്നുകൊണ്ടിരിക്കും, ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കും. എ റിഡക്ഷൻ ഇൻ ദെയർ നമ്പർ ക്യാൻ ലീഡ് ടു ദ ക്ലോട്ടിംഗ് ഡിസോർഡേഴ്സ് വിച്ച് വിൽ ലീഡ് ടു എക്സസീവ് ലോസ് ഓഫ് ബ്ലഡ് ഫ്രം ദ ബോഡി. അപ്പം ഇതിൻ്റെ എണ്ണം കുറഞ്ഞാൽ, റെഡ്യൂസ് ചെയ്താൽ, നമ്പർ റെഡ്യൂസ് ചെയ്താൽ ഇറ്റ് ക്യാൻ ലീഡ് ടു ദ ക്ലോട്ടിംഗ് ഡിസോർഡേഴ്സ്. ഇപ്പം നമുക്ക് മുറിവൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ മുറിവിൽ കൂടെയൊക്കെ ബ്ലഡ് വാർന്നു പോവുകയും ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കുകയും അങ്ങനെ എക്സസീവ് ലോസ് ഉണ്ടാവും, ബ്ലഡിൻ്റെ നഷ്ടം, ബ്ലഡിൽ ബോഡിയിൽ നിന്ന് ബ്ലഡ് ഒത്തിരി നഷ്ടപ്പെടുകയൊക്കെ ചെയ്യും. അതാണ് പ്ലേറ്റ്സ്. അപ്പോൾ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ഫങ്ഷൻ കൂടി നമ്മൾ പഠിച്ചിരിക്കണം. ഇനി ഈ ഫ്ലോ ചാർട്ട് നിങ്ങൾ ബുക്കിൽ എഴുതിയിട്ടിരിക്കണം. അപ്പം നമ്മൾ ബ്ലഡിനെ കുറിച്ചാണ് പഠിച്ച ഈ വീഡിയോയിൽ. ബ്ലഡിനെ രണ്ടായിട്ട് നമ്മൾ തിരിക്കുന്നു. ബ്ലഡിൻ്റെ അകത്തെ ഫ്ലൂയിഡ് പാർട്ടിനെ പ്ലാസ്മ എന്നും അതിൻ്റെ അകത്തെ കോശങ്ങളെയെല്ലാം നമ്മൾ ഫോംഡ് എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞു, അല്ലേ? പ്ലാസ്മയെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഫോംഡ് എലിമെൻറ്റ്സിനെ നമ്മൾ 3ആയിട്ട് തിരിക്കുന്നു: RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്, എറിത്രോസൈറ്റ്സ്, ല്യൂക്കോസൈറ്റ്സ് ആൻഡ് ത്രോംബോസൈറ്റ്സ്, അല്ലേ? അതിൽ RBCയെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് അവരുടെ പ്രത്യേകത, അവരുടെ ഫങ്ഷൻ, അവരുടെ സ്ട്രക്ചർ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ WBCനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നു: ഗ്രാനുലോസൈറ്റും A granulocyte. Granulocytes are of 3 types: neutrophils, eosinophils and basophils. A granulocytesനെ നമ്മൾ ലിംഫോസൈറ്റ്സ് എന്നും മോണോസൈറ്റ്സ് എന്നും. ഇനി ഫോംഡ് എലിമെൻറ്റ്സിൻ്റെ അകത്തുള്ള ഒരാളാണ് പ്ലേറ്റ്ലെറ്റ്സ്. അപ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ട് കൂടി നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ബ്ലഡാണ് പഠിച്ച് ഇതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് പ്ലാസ്മയെക്കുറിച്ചും RBC, WBC ഇതിനെക്കുറിച്ചൊക്കെ നല്ലതായിട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് ബ്ലഡ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം എഴുതിയെടുക്കുക. ക്വസ്റ്റ്യൻസും പറഞ്ഞിട്ടുണ്ട് ചിലതൊക്കെ ഇങ്ങനെയൊക്കെ ചോദിക്കും എന്നുള്ളത്, അതെല്ലാം പഠിച്ചു വെച്ചേക്കുക. ഓക്കെ.